നന്ദേട്ട, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതായത് 19 വയസ്സുകാരനായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ രാമക്ഷേത്രം തകർക്കാനായിരുന്നു ഇയാളുടെ പദ്ധതിയെന്നും ISISന് വേണ്ടിയാണ് ഇയാളിത് പ്ലാൻ ചെയ്തതെന്നുമാണ് പോലീസ് പറയുന്നത്. ഹരിയാനയിലെയും ഗുജറാത്തിൻ്റെയും സംയുക്ത പോലീസ് തന്നെയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം UP സ്വദേശിയാണെന്നാണ് പറയപ്പെടുന്നത്. നിരവധിയായ തെളിവുകൾ ഇയാളിരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു വരുന്നത്, ഇപ്പോൾ ഇത് വളരെ കൃത്യമായി കണ്ടെത്തുന്നുണ്ട്. ഇത് പണ്ട് താജ് ഹോട്ടലിൽ കയറി പിന്നെ അജ്മൽ കസബ് നടത്തിയ വിളയാട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വളരെ ശക്തമായൊരു ഭരണകൂടം നിലനിൽക്കുന്നതിൻ്റെ എല്ലാ പ്രതീതിയും അല്ലെങ്കിൽ തെളിവുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ? അല്ല, അതിലൊരു സംശയമില്ല. കാരണം ഇപ്പോൾ ഇതിനകത്ത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ, ഇപ്പോൾ ISIS ആണെങ്കിലും കേരളത്തിൽ ഉള്ള മറ്റേ SDPI തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ കൊള്ളാം, ഇവരെല്ലാം സത്യത്തിൽ ഒരു വിവരക്കേണ്ട പര്യായങ്ങളാണ്. ഇവരാളുകൾ ബലി കൊടുക്കുകയാണ്, ക്രൂശിക്കുകയാണ്, കൊല്ലുകയാണ്. ഈ ചെറുപ്പക്കാരനെ, എനിക്ക് തോന്നുന്നു ഈ അബൂബക്കറിൻ്റെ പ്രായം ചെറിയ പ്രായമാണ് ഉണ്ടാവുക, 19 വയസ്സുകാരനും മറ്റുമാണ്. 19 വയസ്സേക്കുള്ള ചെറിയ പിള്ളേരെയൊക്കെ കൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇവരൊക്കെ. ഇതിനകത്ത് ഇവിടുത്തെ ഇന്ത്യ മുന്നണിക്കാർക്ക് കടക്കം വലിയ പങ്കുണ്ടാവണം, വലിയ സാധ്യതയുണ്ട്. കാരണം ഇവരൊക്കെയാണ് ഇതിന് പിന്താങ്ങുന്ന ആളുകൾ. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ കേരളത്തിൽ, ഇന്ത്യയിൽ നോക്കിയിട്ടില്ലേ, ഒരുപാട് സമരങ്ങൾ ഇറക്കിയത് ഇവരൊക്കെയാണ്. എവിടെ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പ്രശ്നം വന്ന സമയത്ത്, കർഷകരുടെ സമരം വന്ന സമയത്ത്, അല്ലെങ്കിൽ സ്പോർട്സുകാരുടെ സമരം വന്ന സമയത്ത്, ഇത്തരം സമരത്തിനൊക്കെ ചില ആളുകൾ ഇറക്കുമതി ചെയ്യും. ശരിക്കും അവരെയൊക്കെ സമരം ചെയ്യിച്ച് ഇത്തരം സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യിക്കാൻ പരിശ്രമം നടത്തുകയാണ്. എന്നിട്ട് അവരെ കൊണ്ടൊക്കെ വിവരക്കേട് കാണിപ്പിക്കും. ഇപ്പോൾ രാമക്ഷേത്രം പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട്, ബോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ പോവുക. ഇവൻ അവിടെ എത്തൂല എന്നല്ല ഇവൻ അറിയണ്ടേ, ആ വിവരം ഉണ്ടാവണ്ടേ. പക്ഷെ ഇവനോട് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയല്ല. നീ അതിനുവേണ്ടി പോയിക്കോ, നീ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവരെങ്ങാൻ വഴിക്ക് വെച്ച് പിടിച്ചാൽ, നിന്നെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ചിലപ്പോഴും തൂക്കിക്കൊല്ലും, തൂക്കി കൊന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കിട്ടും, സ്വർഗത്തിൽ നിനക്ക് ഹൂറിയത്ത് ജീവിക്കാം. ഈ തരത്തിൽപ്പെട്ട പമ്പര മണ്ടത്തരങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെറുപ്പക്കാരെ. ആ ചെറുപ്പക്കാരെ കേട്ട് ചിലർ വിശ്വസിക്കുകയാണത്. ഇവന് വിദ്യാഭ്യാസവും ഇല്ല, ഇവൻ ആപ്പടെ പണം കൊടുക്കുന്നുണ്ട്. ഇവനൊരു പക്ഷേ ഇനി മയക്കുമരുന്ന് കൊടുക്കണമെന്ന് എനിക്കറിയില്ല, കൊടുത്തിട്ടുണ്ടാവാൻ വേണ്ടി ചിലപ്പോഴേ. ഇവന് ധൈര്യം വേണമല്ലോ. ഈ ധൈര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഇവിടെ എത്തിച്ചേരുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് നേരത്തെ പറയുക. പാകിസ്ഥാൻ വഴിക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ വഴിക്കാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എത്തിച്ചേർന്നിരുന്നെന്നാണ് പറയുക. ഇങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ടായിരിക്കാം ഇവന് വലിയ ധൈര്യം ഇവന് കൊടുക്കുകയാണ്. ഈ ധൈര്യം കൊടുത്ത് ഇവനെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ചാവേറായിട്ട് അയക്കുകയാണ്. ഈ ഇന്ത്യയിൽ ചില പ്രസ്ഥാനങ്ങളുടെ പരിപാടികൾ പഴയ കാലത്ത്, ഇന്ത്യയിലല്ല ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട് ചില പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളടക്കം ആളുകളെ ചാവേറുകളായിട്ട് വിടും. ഈ ചാവേറുകളുടെ പണി എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. അവൻ ചിലപ്പോൾ മരിച്ചു പോകും. നമുക്കറിയാലോ, ഇവിടെ ഒരു 2 ദിവസം മുമ്പായിട്ട് നമ്മൾ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൻ്റെ വാർഷിക 75-ാം വർഷം നമ്മൾ ആഘോഷിച്ചു. അവിടെ 17 ചാവേറുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിട്ടത്. ഈ ഇന്ത്യയിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എറണാകുളം ജില്ലയിലെ 17 ചാവേറുകളെയാണ് പറഞ്ഞയച്ചത്. അവരുടെ ഭാഗ്യം കൊണ്ട്, അവരുടെ കുടുംബക്കാരെ സുഹൃതം കൊണ്ട് അവർ മരിച്ചില്ല. സമാനമായിട്ടുള്ള രീതിയിലാണ് രാമക്ഷേത്രം തകർക്കാൻ ആളെ പറഞ്ഞയക്കുക. ഇതൊക്കെ പറഞ്ഞയക്കാം, പഴയ ഒരു 10 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ അയക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം അന്ന് വളരെ പാവപ്പെട്ട മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ഏതെങ്കിലും കാര്യത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടുത്തെ മേലെ എന്നുള്ള ഉത്തരവ് അദ്ദേഹത്തിന് കിട്ടണം. ഉത്തരവ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റൂല എന്നാണ് പറയുക. അങ്ങനെ ഉത്തരവ് കാത്തു നിൽക്കുന്ന മൻമോഹൻ സിംഗ് അല്ല ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരം വിഷയങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് ആരും പെർമിഷൻ വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള കരുത്തുണ്ട്. അങ്ങനെ കരുത്തുള്ള ആളുകൾ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയതിൻ്റെ പേരിൽ ഇതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ പറയുന്ന തീവ്രവാദം, നിങ്ങളെ ഹൂറികളെ കാണാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞിട്ട് ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ രാമക്ഷേത്രം തകർക്കുന്നു, അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങൾ തകർക്കുന്നു, പഴനി ക്ഷേത്രം തകർക്കുന്നു, തിരുപ്പതി തകർക്കും, ഗുരുവായൂരമ്പലം തകർക്കും എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കയ്യാവും വച്ച് പിടിച്ച് അകത്തിടും ഇവരെ. ഇവൻ പിന്നെ ജീവിതത്തിലും പുറം ലോകം കാണൂല. അത്തരം ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന ചെറുപ്പക്കാരെ പറഞ്ഞയക്കുകയാണ്. ഇത് ഇസ്ലാമിക തീവ്രവാദികളും ഇവിടെയുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ധരിക്കുന്ന പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ചേർന്നുള്ള ഒരു കൂട്ടുകക്ഷി സംവിധാനമാണത്. അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞില്ല, നമ്മൾ CAA കുറിച്ച് പറഞ്ഞില്ലേ. എന്തായാലും സത്യത്തിൽ CAA ഇവിടുത്തെ മുസ്ലിമിനെ ഒട്ടും ബാധിക്കില്ല. ഇവിടെ പുറമേ നിന്നുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള ഇസ്ലാമിക തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമത്തിന്
ആ നിയമം ഇവിടുത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരാണ്, മുസ്ലിങ്ങൾ മുഴുവൻ പുറത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി പോകുന്നു എന്നാണല്ലോ കോൺഗ്രസ്സുകാരൻ പ്രചരിപ്പിച്ചത്, എന്നാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരൻ പ്രചരിപ്പിച്ചത്, എന്നാണല്ലോ പ്രതിപക്ഷത്തുള്ള വല്ലതും പ്രചരിപ്പിച്ചത്. അവസാനം CAA ഇന്ത്യയിൽ നിലവിൽ വന്നല്ലോ. ഇവിടുന്ന് ആരാ പുറത്തു പോയത്? ആരും പുറത്തു പോയില്ലല്ലോ. സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന ചെറുപ്പക്കാരെ പറഞ്ഞ് പറ്റിക്കുകയാണ്. നിങ്ങൾ പോയിട്ട് രാമക്ഷേത്രം പോയി തകർക്ക്, ഒന്നും തകർക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഈ കുട്ടികൾക്ക് അറിയില്ല. കാരണം ഇവന് 19 വയസ്സേ പ്രായമുള്ളൂ. ഇവനെ പ്രസവിച്ചതിൻ്റെ ഉമ്മയ്ക്ക് പോലും ഇവൻ എവിടെ പോയി എന്നറിയാൻ പറ്റുന്നുണ്ടാവില്ല. ഈ പറയുന്ന കുട്ടികളെ പിടിച്ച് വീടുകളിൽ നിന്ന് കൊണ്ടുപോയി തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ ചേർത്ത് വീട്ടുകാർക്ക് അത്യാവശ്യം സാമ്പത്തിക കാര്യങ്ങൾ കൊടുത്ത് ആ കുട്ടികളെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ത്യയിലെ പല പ്രസ്ഥാനങ്ങളും പല പ്രസ്ഥാനങ്ങളിൽ നിലവിലുണ്ട്. അതിനകത്ത് ഇവർക്ക് പലർക്കും പങ്കുണ്ട്. ഇന്ത്യയിലുള്ള മുസ്ലിം ലീഗിനടക്കം ഇക്കാര്യത്തിൽ പങ്കുണ്ട്. മുസ്ലിം ലീഗ് ശാന്തമായിട്ട് സംസാരിക്കുന്നു നമ്മൾ വിചാരിക്കേണ്ട. ശാന്തമായിട്ട് സംസാരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാർ മാത്രമാണ്. പക്ഷേ അല്ലാത്തവരൊക്കെ ഈ പറയുന്ന തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതിൽ അങ്ങനെ പറയുന്ന സമയത്ത് ഞാനൊരു കാര്യം ആലോചിച്ചത്, പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. അതായത് മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ യാതൊരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല, കോൺഗ്രസ് ഒരു മതനിരപേക്ഷ പാർട്ടി അല്ല, മതനിരപേക്ഷമായിട്ടുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഇത് ചിന്തിക്കണം, അവരോടൊപ്പം നിൽക്കണമോ വേണ്ടയോ എന്ന് പിണറായി പറഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗിനെ പറ്റിയാണ്. പേര് തന്നെ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ PDP, SDPI തുടങ്ങിയിട്ടുള്ള മതേതര പാർട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും പ്രസ്ഥാനം, ഇപ്പോൾ PDPക്കില്ലാത്ത ഏതെങ്കിലും ഒരു ഗുണം മുസ്ലിം ലീഗിനുണ്ട് എന്ന് പറഞ്ഞാൽ മതി. മുസ്ലിം ലീഗ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പാർട്ടിയാണ്, എനിക്കൊരു സംശയക്കാര്യത്തിലില്ല. ഒരു ജനാധിപത്യ പാർട്ടിക്കകത്തില്ല. ആ പാർട്ടി ജനാധിപത്യം ഇല്ലാത്ത പാർട്ടിയാണ്. അവരൊക്കെ തീവ്രവാദത്തെ പിന്താങ്ങുന്നവരാണ്. ഒരു സമയം നമ്മൾ കേട്ടിട്ടുണ്ടായ ഒരു അയോധ്യയിൽ വിവാദ മന്ദിരം പൊളിച്ച സമയത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ പാണക്കാട് തങ്ങൾ ആ സമയത്ത് ശാന്തിയുടെ സന്ദേശവാഹനായിട്ട് വന്നു. ഇതൊന്നുമല്ലപ്പാ. അങ്ങനെയാണെങ്കിൽ ഇയാളൊക്കെ എങ്ങനെ 1967 ഇവിടെ മലപ്പുറം ജില്ല രൂപീകരിച്ച സമയത്ത് അത് വേണമെന്ന് ആവശ്യപ്പെട്ടത് എങ്ങനെയാണ്? മുസ്ലിങ്ങൾക്ക് 5ാം മന്ത്രി വേണമെന്ന് ഇവരെങ്ങനെ ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്? ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ലക്ഷ്യങ്ങളുണ്ട്. ഇവരുടെ ലക്ഷ്യങ്ങൾ, ഇവരുടെ അജണ്ടകൾ പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചില കാര്യങ്ങൾ ചെയ്യുക. അതിനിവർ ചെറുപ്പക്കാരെ വിനിയോഗിക്കുകയാണ്. ഇവർ ചെറുപ്പക്കാരെയാണ് ബലി കൊടുക്കുക. ഈ കാര്യത്തിൽ ലീഗിൻ്റെ ഒരു സമുന്നത നേതാവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ SDPIയുടെ സമുന്നത നേതാവ് ഉണ്ടാവില്ല. അവർക്ക് ജയിലിൽ എവിടെയെങ്കിലും ഇരുന്ന് ഉണ്ടെന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിന് പാവപ്പെട്ട ചെറുപ്പക്കാരായിരിക്കുന്ന മുസ്ലിങ്ങളെ പറഞ്ഞു വിടുന്ന ഇവരും എല്ലാവരും ചേർന്നുകൊണ്ടാണ്. അതിനകത്ത് പിണറായി വിജയനും പങ്കുണ്ടാവാം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പങ്കുണ്ടാവാം. ഇവരാരും തള്ളി പറയുന്നില്ലല്ലോ. ഇവരാകെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം അസംഘടിതരാണെന്നുള്ള ധാരണയുടെ പുറത്ത് അതിൻ്റെ മെക്കിട്ട് കയറുകയാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കാത്ത പ്രശ്നം, പഴയ കാലല്ല ഇന്നിപ്പോൾ ഇത്. പഴയ കൂട്ട് ക്ഷേത്രം ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവരല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ. ശക്തമായ തിരിച്ചടി കൊടുക്കും അതിനെതിരായിട്ട്. അതിൻ്റെ ഭാഷയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കും. അതേപോലെ തന്നെ തീവ്രവാദികളായിരിക്കുന്ന ചെറുപ്പക്കാരെ പറഞ്ഞു വിട്ടെങ്കിൽ അവർ പിടിക്കാനുള്ള സംവിധാനമുണ്ടത്. അവരെ പിടിക്കാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ SDP പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു. ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ആർട്ടിക്കിൾ 370 വേണ്ടാന്ന് വെച്ചു, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. മുത്തലാഖ് നിരോധിച്ചു, ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതിനകത്തൊന്നും സംഭവിക്കില്ല. സാധാരണ മുസ്ലിമിന് ജനജീവിതം, അവൻ്റെ ജീവിതം ദുസ്സഹമാണ്. അവൻ്റെ കുടുംബത്തിൽ നിന്നാണ് ഇവർ ആളുകൾ പിടിച്ചുകൊണ്ടുപോകുന്നത്. എനിക്ക് നേരിട്ടറിയാലോ. നിരവധി സാധാരണ മുസ്ലിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, സാമ്പത്തിക പരാധീനതയുള്ള കുടുംബങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അവർ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ ചേർത്ത് അവർക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്ത്, അവർക്ക് ചില്ലി ചിക്കൻ വാങ്ങിച്ചു കൊടുത്ത്, അവർക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത്, അവർ ഉമ്മയുടെയും ബാപ്പയുടെയും കയ്യിൽ നക്കാപ്പിച്ച കാശ് കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ചേർക്കുന്ന കാര്യത്തിൽ ഇവിടെയുള്ള പല പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു തന്നെയാണ്. ഇത് വളരെ അപകടകരമാണ്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടവരാണ്, നിങ്ങൾ വിദ്യാഭ്യാസം കിട്ടേണ്ടവരാണ്, നിങ്ങൾ ജോലിക്ക് പോകേണ്ടവരാണ്. നിങ്ങൾ തീവ്രവാദ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അബൂബക്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 19 വയസ്സുകാരൻ ഇനി ഏത് കാലത്ത് പുറത്തിറങ്ങുന്നവരും ഈശ്വരൻ ബ്രഹ്മന് നിശ്ചയം ഉണ്ടാവില്ല. അഴി എണ്ണു തന്നെ ചെയ്യും. ഉണ്ട ഗോതമ്പുണ്ട തിന്നുക തന്നെ ചെയ്യേണ്ടി വരും. അവന് പുറത്തേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ പറയുന്ന സോക്കോൾഡ് മതേതരവാദികളാണ്. പക്ഷേ മതേതരവാദികൾ ഒന്ന് മനസ്സിലാക്കണം, ഇന്ത്യ ഭരിക്കുന്ന ഇന്നിപ്പോൾ നേരത്തെ പണ്ട് ജയരാജൻ പറഞ്ഞ മാതിരിയാണ്, ഇന്ത്യ ഭരിക്കുന്ന ആണുങ്ങളാണ് ഭരിക്കുന്നത്.
അതിൻ്റെ പേര് ദിവാകരൻ, സി ദിവാകരൻ, ദിവാകരൻ. CPI നേതാവ്. അതെ, അതെ, അതെ. ഇന്ത്യ ഭരിക്കുന്നത് ആണുങ്ങളാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തീവ്രവാദി ശക്തികളെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വിടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയക്കാര്യത്തെ സംബന്ധിച്ചില്ല. 100%. എന്തായാലും അങ്ങനെ തന്നെ, അതായത് തീവ്രവാദികളൊന്നും വിചാരിച്ചാൽ എളുപ്പത്തിൽ അങ്ങ് പോകാം അല്ലെങ്കിൽ തകർക്കാൻ പറ്റുന്ന ഒന്നല്ല ഇന്ത്യയിലെ ഒരു ക്ഷേത്രവും എന്ന് ഇവർ മനസ്സിലാക്കിയാൽ മതി. അത് തന്നെ തീർച്ചയായിട്ടും. ശരി, നമസ്കാരം.